Hello students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ സ്പെഷ്യൽ പർപ്പസസ് ആയിരുന്നു അല്ലേ. അത് പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഡിസീസ് റെസിസ്റ്റൻസ്, പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇമ്പാർട്ടിംഗ് റെസിസ്റ്റൻസ് ടു ഇൻസെക്ട് പെസ്റ്റ്, അതുപോലെ ബയോ ഫോർട്ടിഫിക്കേഷൻ, പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവിങ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ഫുഡ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് 2 ടോപ്പിക്സ് ആണ്. അതായത് സിംഗിൾ സെൽ പ്രോട്ടീനും അതുപോലെ ടിഷ്യൂ കൾച്ചർ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് സിംഗിൾ സെൽ പ്രോട്ടീൻ അല്ലെങ്കിൽ SCP. അപ്പോൾ പേരും തന്നെ അറിയാം അല്ലേ, സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗിൾ സെൽ ഈസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ എന്താണ് സിംഗിൾ സെൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ. സിംഗിൾ സെൽ പ്രോട്ടീൻ. അപ്പോൾ സിംഗിൾ സെൽ പ്രോട്ടീനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻസ് ഫോർ ആനിമൽ ആൻഡ് ഹ്യൂമൻ ന്യൂട്രീഷൻ. അല്ലെങ്കിൽ എന്താണ്? സിംഗിൾ സെൽ പ്രോട്ടീൻ ഈസ് പ്രോട്ടീൻ റിച്ച് മൈക്രോബിയൽ സെൽ ബയോമാസ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഫുഡ് ഓർ ഫീഡ്. അതായത് ഏകകോശ ജീവികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഏകകോശ ജീവികളെ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതാണെന്ത്? സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇപ്പോൾ എല്ലാവർക്കും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മീറ്റ് അതുപോലെ ഫിഷ് ഒന്നും വാങ്ങിക്കേണ്ട കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചീപ്പ് റേറ്റിലുള്ള സിംഗിൾ സെൽ പ്രോട്ടീൻസ് ഒരു ഓൾട്ടർനേറ്റീവ് പ്രോട്ടീൻ സോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല ഇവിടെ ഒരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 250 കിലോഗ്രാം കൗ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ്റെ അളവ്, ഒരു ഡേയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ്റെ അളവ് എന്ന് പറയുന്നത് എന്താണ്? 200 ഗ്രാം ആണ്. 200 ഗ്രാം. പക്ഷേ ഒരു 250 ഗ്രാം മൈക്രോബിയൽ സെല്ല് എക്സാമ്പിൾ പറയുന്നുണ്ട്. മെഥൈലോഫിലസ്, മെഥൈലോട്രോഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡേയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ്റെ അളവെന്ന് പറയുന്നത് എന്താണ്? 25 ടൺസ് ആണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിംഗിൾ സെല്ലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. സിംഗിൾ സെൽ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഹൈ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത്. ഈ ഏകകോശ ജീവികളുടെ ബയോമാസ് പ്രൊഡക്ഷനും ഗ്രോത്ത് റേറ്റും ഒക്കെ എന്താണ്? കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇത്രയും എമൗണ്ട് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. അഡ്വാൻറ്റേജസ്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ, മിനറൽസ്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് വൈറ്റമിൻസ്. ഇതിൽ ഒരുപാട് വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, പ്രോട്ടീൻസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ സിംഗിൾ സെൽസിനെ അല്ലെങ്കിൽ ഈ യൂണിസെല്ലുലാർ ഓർഗാനിസംസിന് എന്താണ്? ഇറ്റ് ഈസ് ഈസി ടു ഗ്രോ. വളർത്താൻ നല്ല എളുപ്പമാണ്. കാരണം ഈ മൈക്രോബ്സിനെ നമ്മൾ വളർത്തുന്നത് വേസ്റ്റ് മെറ്റീരിയൽസിലാണ്. വേസ്റ്റ് മെറ്റീരിയൽസ് അതായത് എക്സാമ്പിൾസ് ആണ് വേസ്റ്റ് വാട്ടർ ഫ്രം പൊട്ടറ്റോ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതുപോലെ സ്ട്രോ, മൊളാസസ്, ആനിമൽ മാന്യൂർ, അതുപോലെ സീവേജ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസിനെ അല്ലെങ്കിൽ ഈ സിംഗിൾ സെൽസിനെ ഗ്രോ ചെയ്യിക്കുന്നത്. പിന്നെന്താണ്? ന്യൂട്രിയൻ റിച്ച് ആണ് അല്ലേ. അതിൽ ഒരുപാട് പ്രോട്ടീൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇറ്റ് റെഡ്യൂസസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. അതെങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എന്താണ്? ഒരു പ്രോസസ്സിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ ആ വേസ്റ്റ് മെറ്റീരിയൽസിലാണ് എന്ത് ചെയ്യുന്നത്? ഈ യൂണിസെല്ലുലാർ ഓർഗാനിസംസിനെ ഗ്രോ ചെയ്യിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ റീസൈക്ലിംഗ് പ്രോസസ്സും കൂടെ അവിടെ നടത്തുന്നുണ്ട്. സോ അതുമൂലം എന്ത് സംഭവിക്കുന്നു? എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. മാത്രമല്ല ഇറ്റ് ഈസ് ഹൈ ഈൽഡിങ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇറ്റ് ഈസ് ഈൽഡിങ് ആണ്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് എന്തിനുള്ളത്? സിംഗിൾ സെൽ പ്രോട്ടീനുള്ളത്. എന്തായിരുന്നു? ഒന്ന് ന്യൂട്രിയൻ റിച്ച് ഫുഡാണ്. അതിലൊരുപാട് പ്രോട്ടീൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, ഫാറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഈസി ടു ഗ്രോ, ഇറ്റ് ഇസ് ഈസി ടു ഗ്രോ. അതായത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മൈക്രോബ്സിനെ വളർത്തുന്നത്. സ്ട്രോ, മൊളാസസ്, അതുപോലെ അനിമൽ മാന്യൂർ, സീവേജ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിംഗിൾ സെൽസിനെ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസിനെ ഗ്രോ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് ഹൈ ഈൽഡിങ്. ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് ഇതിനുള്ളത്, സിംഗിൾ സെൽ പ്രോട്ടീൻ ഉള്ളത്. ഇനി സിംഗിൾ സെൽ പ്രോട്ടീന് ചില എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ, മെഥൈലോഫിലസ്, മെഥൈലോട്രോഫസ്. അതുപോലെ ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്, എക്സാമ്പിൾ സ്പൈറുലീന അല്ലേ. സ്പൈറുലീന ഏത് വിഭാഗത്തിൽ വരുന്നതായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതുപോലെ മഷ്റൂംസ്, ക്ലോറെല്ല, ഇതൊക്കെ എന്താണ്, ദേ ആർ എക്സാമ്പിൾസ് ഫോർ സിംഗിൾ സെൽ പ്രോട്ടീൻസ്. ഏതൊക്കെയായിരുന്നു? സ്പൈറുലീന, മെഥൈലോഫിലസ്, മെഥൈലോട്രോഫസ്, mushrooms, chlorella. They are examples for single cell proteins. So next we are going to discuss about tissue culture. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ടിഷ്യൂവിനെ കൾച്ചർ ചെയ്യുന്നു. ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലേ. അപ്പോൾ ടിഷ്യൂ കൾച്ചർ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ആൻ ഇൻ വിട്രോ ടെക്നിക് of regeneration of whole plant from any part of the plant by growing it in culture medium under sterile condition. അപ്പോൾ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻ വിട്രോ ടെക്നിക്. ഇൻ വിട്രോ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ വിട്രിയസ്, അതായത് വിട്രിയസ് എന്ന് പറയുമ്പോൾ ഇൻ ഗ്ലാസ്, അതായത് ഗ്ലാസ്സിനകത്ത് നടക്കുന്ന, അതായത് ടെസ്റ്റ് ട്യൂബിനകത്ത് നടക്കുന്ന ഒരു ടെക്നിക്കാണെന്ത്, ടിഷ്യൂ കൾച്ചർ. അതിലെന്താ സംഭവിക്കുന്നത്, റീജനറേഷൻ ഓഫ് വോൾ പ്ലാന്റ് ഫ്രം എനി പാർട്ട് ഓഫ് ദി പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, വോൾ പ്ലാന്റിനെ റീജനറേറ്റ് ചെയ്യിക്കുന്നു. എങ്ങനെ? ബൈ ഗ്രോയിങ് ദ പ്ലാന്റ് പാർട്ട് ഇൻ എ കൾച്ചർ മീഡിയം അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻ. സ്റ്റെറൈൽ കണ്ടീഷനിൽ ഈ പ്ലാന്റ് പാർട്ടിനെ ഒരു കൾച്ചർ മീഡിയത്തിൽ ഗ്രോ ചെയ്യിച്ചിട്ട് അതിൽ നിന്നും വോൾ പ്ലാന്റിനെ റീജനറേറ്റ് ചെയ്യിക്കുന്ന ഒരു ഇൻ വിട്രോ ടെക്നിക്കാണെന്ത്, ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ടിഷ്യൂ കൾച്ചർ. അപ്പോൾ ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ടോട്ടിപൊട്ടൻസി. ടോട്ടിപൊട്ടൻസി എന്താ ടോട്ടിപൊട്ടൻസി എന്ന് പറഞ്ഞാൽ? ടോട്ടിപൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ സെൽ ഓർ പാർട്ട് ഓഫ് എ പ്ലാന്റ് ടു റീജനറേറ്റ് ടു ഫോം വോൾ പ്ലാന്റ്. ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് മൊത്തം പ്ലാന്റ് ആയിട്ട് റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണെന്ത്, ടോട്ടിപൊട്ടൻസി. ടോട്ടിപൊട്ടൻസി. അപ്പോൾ ടിഷ്യൂ കൾച്ചറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ടോട്ടിപൊട്ടൻസി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ സെൽ ഓർ പാർട്ട് ഓഫ് ദ സെൽ ഓർ പാർട്ട് ഓഫ് എ പ്ലാന്റ് ടു റീജനറേറ്റ് ടു ഫോം വോൾ പ്ലാന്റ് അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻ ഇൻ എ ന്യൂട്രിയൻ മീഡിയം. അതാണെന്ത്, ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. ടോട്ടിപൊട്ടൻസി. ഇനി നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ ഇൻവിട്രോ ടെക്നിക്കാണ് എന്ന് പറഞ്ഞു അല്ലേ. മൊത്തം പ്ലാന്റിനെ റീജനറേറ്റ് ചെയ്യുന്നു ബൈ യൂസിങ് എനി പാർട്ട് ഓഫ് ദി പ്ലാന്റ്, പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗിക്കുന്ന പ്ലാന്റിൻ്റെ ആ ഏതെങ്കിലും ഒരു ഭാഗത്തിന് പറയുന്ന പേരാണെന്ത്, എക്സ്പ്ലാന്റ്. എക്സ്പ്ലാന്റ്. സോ ആൻ എക്സ്പ്ലാന്റ് ഇസ് എനി പാർട്ട് ഓഫ് എ പ്ലാന്റ് ദാറ്റ് ഇസ് ഗ്രോൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് അണ്ടർ സ്റ്റെറൈൽ ന്യൂട്രിയൻ മീഡിയം. അതായത് നമ്മൾ ടിഷ്യൂ കൾച്ചറിന് ഉപയോഗിക്കുന്ന ആ പ്ലാന്റ് പാർട്ടിന് പറയുന്ന പേരാണെന്ത്, എക്സ്പ്ലാന്റ്. എക്സ്പ്ലാന്റ്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു ടിഷ്യൂ കൾച്ചർ നടത്തുന്നത് ടെസ്റ്റ് ട്യൂബിനകത്ത് ന്യൂട്രിയൻ മീഡിയത്തിലാണ് എന്ന് പറഞ്ഞു അല്ലേ. ന്യൂട്രിയൻ മീഡിയത്തിൽ. അപ്പോൾ ഈ ന്യൂട്രിയൻ മീഡിയം എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ ഉണ്ടാവും? അപ്പോൾ ഒരു ന്യൂട്രിയൻ മീഡിയം എന്ന് പറയുമ്പോൾ അതിലുള്ള മെയിൻ കണ്ടൻസ് ആണ്, ഒന്ന്, അതിലൊരു കാർബൺ സോഴ്സ് ഉണ്ടായിരിക്കണം. കാർബൺ സോഴ്സ്. ഇപ്പോൾ കാർബൺ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്, മെയിൻലി ഉപയോഗിക്കുന്നത് സൂക്രോസ് ആണ്. സൂക്രോസ്. അതുപോലെ ഇനോർഗാനിക് സോൾട്ടുകൾ ഉണ്ടായിരിക്കണം. ഇനോർഗാനിക് സോൾട്ടുകൾ. അതുപോലെ വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ് ആൻഡ് ഓൾസോ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്.
അതായത് ഓക്സിൻസ്, സൈറ്റോകൈനിൻ പോലെയുള്ള ഫൈറ്റോ ഹോർമോൺസും എവിടെ ഉണ്ടായിരിക്കണം? ന്യൂട്രിയൻ മീഡിയത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്? ഒരു കാർബൺ സോഴ്സ്, സൂക്രോസ് പോലെയുള്ള ഒരു കാർബൺ സോഴ്സ് ഉണ്ടായിരിക്കണം. ഇനോർഗാനിക് സോൾട്സ്, അതായത് മിനറൽസ് ഉണ്ടായിരിക്കണം. വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം. അമിനോ ആസിഡ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ ഫൈറ്റോ ഹോർമോൺസ്, ഓക്സിൻസ്, സൈറ്റോകൈനിൻ പോലെയുള്ള ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഫൈറ്റോ ഹോർമോൺസും എവിടെ ഉണ്ടായിരിക്കണം? ന്യൂട്രിയൻ മീഡിയത്തിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ടിഷ്യൂ കൾച്ചറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയാൻ പോകുന്നത്. അഡ്വാൻറ്റേജസ്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ മൂലം നമുക്ക് ഒരു ചെറിയ പീരീഡിൽ, ചെറിയ ടൈമിൽ ഒരുപാട് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. So, a large number of plants can be grown in a short time through tissue culture. So, this method of producing thousands of plants through tissue culture is called micropropagation. ഇങ്ങനെ ടിഷ്യൂ കൾച്ചറിലൂടെ ചെറിയ സമയം കൊണ്ട് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ആ മെത്തേഡിന് പറയുന്ന പേരാണെന്ത്? മൈക്രോ പ്രൊപ്പഗേഷൻ. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്? മൈക്രോ പ്രൊപ്പഗേഷൻ. എന്താണ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ? ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ത്രൂ ടിഷ്യൂ കൾച്ചർ ഇൻ എ ഷോർട്ട് ടൈം ഇസ് കോൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജസ് ആണ്, ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് സോമ ക്ലോൺസ്. അതായത് plants produced from tissue culture are genetically identical to the original plant from which they are grown. അല്ലേ? ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് എന്താണ്? നമ്മൾ ഈ എക്സ്പ്ലാന്റ് ചെയ്ത് പ്ലാന്റ് എന്നാണ് കൊടുത്തത്, അതിൻ്റെ എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും അല്ലേ? കാരണം നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? സൊമാറ്റിക് സെൽസ് ആണ്. സോ സൊമാറ്റിക് സെൽസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് ആണ്. സോ അതുകൊണ്ടെന്ന് പറയുന്നു അത് ഐഡൻറ്റിക്കലുമാണ് അല്ലേ? പ്ലാന്റ്സ് എന്താണ്? ദേ ആർ ഐഡൻറ്റിക്കൽ ടു ഈച്ച് അതർ ആൻഡ് ദേ ആർ ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻറ്റ്. സോ അതുകൊണ്ട് പറയും എന്ത്? സോമ ക്ലോൺസ്. ക്ലോൺസ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓഫ് സ്പ്രിങ്സ് ദറ്റ് ആർ ഐഡൻറ്റിക്കൽ ടു ഈച്ച് അതർ ആൻഡ് ദേ ആർ ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻറ്റ്. ഇവിടെ സൊമാറ്റിക് സെൽസ് ഉപയോഗിച്ചിട്ടാണ് ക്ലോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സോമ ക്ലോൺസ്, പ്രൊഡക്ഷൻ ഓഫ് സോമ ക്ലോൺസ്. അതായത് ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് എന്താണ്? ദേ ആർ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു each other and they are genetically identical to the parent plant from which they are grown. So രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണെന്ത്? പ്രൊഡക്ഷൻ ഓഫ് സോമ ക്ലോൺസ്. എക്സാമ്പിൾസ് ആണ് സോമ ക്ലോൺസ്. ടൊമാറ്റോ, ബനാന, ആപ്പിൾ എക്സെട്ര ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മെത്തേഡ്. ഇനി മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഡിസീസ് ഫ്രീ, മെയിൻലി വൈറസ് ഫ്രീ പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് by tissue culture. വൈറസ് ഫ്രീ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഡിസീസ് ഫ്രീ പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്സ് ത്രൂ ടിഷ്യൂ കൾച്ചർ. അതായത് പാത്തോജൻ ഇൻഫെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത ഒരു പ്ലാന്റ് പാർട്ട് എക്സ്പ്ലാന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസീസ് ഫ്രീ പ്ലാന്റ്സ് ടിഷ്യൂ കൾച്ചറിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത് എന്താവും? ഇറ്റ് ഈസ് മെരിസ്റ്റമാറ്റിക് സെൽസാണ് നമ്മൾ അവിടെ എക്സ്പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. കാരണം മെരിസ്റ്റമാറ്റിക് സെൽസാണ് എന്താണ്? ദേ ആർ ഫ്രീ ഓഫ് വൈറസസ്. മെരിസ്റ്റമാറ്റിക് സെൽസ് എന്തെത്തില്ല? വൈറസസ് റീച്ച് ചെയ്യില്ല. കാരണം മെരിസ്റ്റമാറ്റിക് സെൽസ് തമ്മിൽ എന്തില്ല? ദർ ഈസ് നോ പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻസ്. അതുകൊണ്ട് മെരിസ്റ്റമാറ്റിക് സെൽസിനെ വൈറസ് ഇൻഫെക്റ്റ് ചെയ്യില്ല. സോ വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത ഒരു പ്ലാന്റിൻ്റെ മെരിസ്റ്റമാറ്റിക് സെൽസ് എക്സ്പ്ലാന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ടിഷ്യൂ കൾച്ചർ വഴി എന്ത് ചെയ്യാൻ പറ്റും? വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി വേറൊരു അഡ്വാൻറ്റേജ് ആണ് ടിഷ്യൂ കൾച്ചർ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റിക് ഹൈബ്രിഡ്സ് ത്രൂ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ടിഷ്യൂ കൾച്ചർ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റിക് ഹൈബ്രിഡ്സ് ത്രൂ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ
പറഞ്ഞ അഡ്വാൻറ്റേജസ് ഒന്ന് മൈക്രോ പ്രൊപ്പഗേഷൻ, അതായത് പ്രൊഡ്യൂസിങ് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ത്രൂ ടിഷ്യൂ കൾച്ചർ ഇൻ എ ഷോർട്ട് ടൈം, മൈക്രോ പ്രൊപ്പഗേഷൻ. ദെൻ രണ്ടാമത്തത് പ്രൊഡക്ഷൻ ഓഫ് സോമാ ക്ലോൺസ്, അതായത് ടിഷ്യൂ കൾച്ചർ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് എന്താണ്, ദേ ആർ ഐഡൻറ്റിക്കൽ ടു ഈച്ച് അതർ ആൻഡ് ദേ ആർ ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻസ്. മൂന്നാമത്തെ എന്താണ്, ഡിസീസ് ഫ്രീ പ്ലാന്റ്സ് അല്ലെങ്കിൽ വൈറസ് ഫ്രീ പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം വൈറസ് ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഡിസീസ്ഡ് പ്ലാന്റ്സ്. ഇവിടെ നമ്മൾ ഇതെന്താണ് ഉപയോഗിക്കുന്ന എക്സ്പ്ലാൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്, മെരിസ്റ്റമാറ്റിക് സെൽസ് അല്ലെങ്കിൽ മെരിസ്റ്റം കൾച്ചറിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നത്, വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം മെരിസ്റ്റമാറ്റിക് സെൽസിന് എന്ത് ഇൻഫെക്റ്റ് ചെയ്യുന്നില്ല, വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുന്നില്ല. സോ മെരിസ്റ്റമാറ്റിക് സെൽസ് എക്സ്പ്ലാൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് വി ക്യാൻ പ്രൊഡ്യൂസ് ഡിസീസ് ഫ്രീ പ്ലാന്റ്സ് ത്രൂ ടിഷ്യൂ കൾച്ചർ. അടുത്ത അഡ്വാൻറ്റേജ് എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റിക് ഹൈബ്രിഡ്സ് ത്രൂ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. സൊമാറ്റിക് ഹൈബ്രിഡ്സിൻ്റെ പ്രൊഡക്ഷൻ ബൈ ദ പ്രോസസ് ഓഫ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് എന്തിനുള്ളത്, ടിഷ്യൂ കൾച്ചറിനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്? സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ഒരു ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ, ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. ഇവിടെ എന്താണ്, ഇറ്റ് ഇസ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഇപ്പോൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് സൊമാറ്റിക് സെൽസ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് having desirable characters in a suitable nutrient medium in vitro under sterile condition is called somatic hybridization. ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന പ്രോസസ്സുകൾ എന്താണ്, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് സൊമാറ്റിക് സെൽസ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്. ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ പെട്ട രണ്ട് പ്ലാന്റ്സിൻ്റെ സൊമാറ്റിക് സെൽസ് എടുത്തിട്ട് അതിൻ്റെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സ് എവിടെ വെച്ചിട്ട്, ഇൻ എ സൂറ്റബിൾ ന്യൂട്രിയൻ മീഡിയം അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻ ഇൻ ടെസ്റ്റ് ട്യൂബ്. അതിന് പറയുന്ന പേരാണെന്ത്, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഇങ്ങനെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ വഴി കിട്ടുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിന് പറയുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡ്സ്. സൊമാറ്റിക് ഹൈബ്രിഡ്സ്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സുള്ള രണ്ട് വെറൈറ്റി പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് അതിൻ്റെ സൊമാറ്റിക് സെൽസ് എടുക്കുന്നു. സൊമാറ്റിക് സെൽസിനകത്ത് നിന്ന് അതിൻ്റെ പ്രോട്ടോപ്ലാസം ഐസൊലേറ്റ് ചെയ്യുന്നു. ആ പ്രോട്ടോപ്ലാസത്തെ ഫ്യൂസ് ചെയ്യിക്കുന്നു. അതിനെ ന്യൂട്രിയൻ മീഡിയത്തിൽ സ്റ്റെറൈൽ കണ്ടീഷനിൽ വളർത്തുന്നു. ഇത്രയും പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത്, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനിൽ നടക്കുന്നത്. ഒരു എക്സാമ്പിളാണ് പൊമാറ്റോ. പൊമാറ്റോ പ്രൊഡ്യൂസ് ചെയ്തത് ഇറ്റ് ഈസ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് ടൊമാറ്റോ ആൻഡ് പ്രോട്ടോപ്ലാസ്റ്റ് ഓഫ് പൊട്ടാറ്റോ. ടൊമാറ്റോയും പൊട്ടാറ്റോയും പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സൊമാറ്റിക് ഹൈബ്രിഡാണെന്ത്, പൊമാറ്റോ. പക്ഷെ അവർ ഉദ്ദേശിച്ചെന്തായിരുന്നു, പൊമാറ്റോ എന്ന് പറയുമ്പോൾ ടൊമാറ്റോയുടെയും പൊട്ടറ്റോയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ചെയ്ത ആളുകൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് എന്ത് ചെയ്തില്ല, ഈ ഒരു പ്രോസസ്സിന് കിട്ടിയില്ല എന്നുള്ളതാണ്. നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്പുകൾ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് എ സിംഗിൾ സെൽ ഫ്രം പ്ലാന്റ്സ് വിത്ത് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. നമ്മൾ പൊട്ടറ്റോയും ടൊമാറ്റോയും ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോയുടെയും ടൊമാറ്റോയുടെയും സൊമാറ്റിക് സെൽസ് ഐസൊലേറ്റ് ചെയ്യുന്നു. സിംഗിൾ സെൽസ് ഐസൊലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിൽ അതിൻ്റെ സെൽ വാൾ ഡൈജസ്റ്റ് ചെയ്യുന്നു. Cell wall of cell is digested by treating cell with enzymes like pectinases and cellulase. cellulase പോലെയുള്ള എൻസൈംസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൽ വാൾ ഡൈജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ കളക്ട് ചെയ്ത പൊട്ടറ്റോയുടെ സെല്ലിൻ്റെയും അതുപോലെ ടൊമാറ്റോയുടെ സെല്ലിൻ്റെയും സെൽ വാൾ ഡൈജസ്റ്റ് ചെയ്യുന്നു ബൈ യൂസിങ് pectinase and cellulase as enzyme to isolate naked protoplast.
ടു ഐസൊലേറ്റ് നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റ്. അപ്പോൾ സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റ് സറൗണ്ടഡ് ഓൺലി ബൈ പ്ലാസ്മ മെംബ്രെയിൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പൊമാറ്റോണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോയുടെയും ടൊമാറ്റോയുടെയും സിംഗിൾ സെൽസ് ഐസൊലേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ പെക്റ്റിനേസ് സെല്ലുലേസ് എൻസൈംസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്യുന്നു. ദെൻ നേക്കഡ് പ്രോട്ടോപ്ലാസ്റ്റ് സറൗണ്ടഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ ഇസ് ഐസൊലേറ്റഡ്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ ഈ ഐസൊലേറ്റ് ചെയ്ത ഈ പൊട്ടറ്റോയുടെയും ടൊമാറ്റോയുടെയും പ്രോട്ടോപ്ലാസ്റ്റിനെ ഫ്യൂസ് ചെയ്യിക്കുന്നു. The isolated protoplast of two different varieties of plant cells can be fused in a special nutrient medium. ഒരു സ്പെഷ്യൽ ന്യൂട്രിയൻ മീഡിയത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഐസൊലേറ്റ് ചെയ്ത രണ്ട് പ്രോട്ടോപ്ലാസ്റ്റിനെയും തമ്മിൽ ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ഇതിനുപയോഗിക്കുന്ന കെമിക്കലിന് പറയുന്ന പേരാണ് PEG. അതായത് ഈ രണ്ട് പ്രോട്ടോപ്ലാസ്റ്റിനെയും തമ്മിൽ ഫ്യൂസ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ആ സൊല്യൂഷന് പറയുന്ന പേരാണ് PEG. ഇറ്റ് ഇസ് പോളി എഥിലീൻ ഗ്ലൈക്കോൾ. അതായത് PEG അല്ലെങ്കിൽ പോളി എഥിലീൻ ഗ്ലൈക്കോൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് പ്രോട്ടോപ്ലാസ്റ്റിനെയും ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഫ്യൂസ് ചെയ്യിപ്പിച്ച പ്രോട്ടോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? പിന്നീട് സെൽ വാൾ റീജനറേറ്റ് ചെയ്യുന്നു, അത് ഡിവൈഡ് ചെയ്യുന്നു, അതിൽ നിന്നൊരു പുതിയ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഹൈബ്രിഡ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇറ്റ് റീജനറേറ്റ് സെൽ വാൾ ആൻഡ് ഡിവൈഡ്സ് ടു ഫോം എ ന്യൂ പ്ലാന്റ് ബൈ ടിഷ്യൂ കൾച്ചർ വഴി ഒരു പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, which can be further grown to form a new plant called somatic hybrid. ആ പ്ലാന്റിന് എന്ത് ചെയ്യുന്നു? പിന്നീട് ഇറ്റ് ഈസ് ഫർദർ ഗ്രോൺ ടു പ്രൊഡ്യൂസ് സൊമാറ്റിക് ഹൈബ്രിഡ്. ഇതൊന്നൊരു സൊമാറ്റിക് ഹൈബ്രിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത രണ്ട് ടോപ്പിക്സ് ആയിരുന്നു സിംഗിൾ സെൽ പ്രോട്ടീനും അതുപോലെ ടിഷ്യൂ കൾച്ചർ. അപ്പോൾ എന്താണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്നും സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതും അതുപോലെ ഇതിന് എക്സാമ്പിൾസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടിഷ്യൂ കൾച്ചർ ആയിരുന്നു അല്ലേ? എന്താണ് ടിഷ്യൂ കൾച്ചർ, എന്താണ് ടോട്ടിപ്പൊട്ടൻസി, എന്താണ് എക്സ്പ്ലാന്റ്, ഒരു ടിഷ്യൂ കൾച്ചർ മീഡിയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതുപോലെ ടിഷ്യൂ കൾച്ചറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ എന്താണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, എന്താണ് ഒരു സൊമാറ്റിക് ഹൈബ്രിഡ്, അതുപോലെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്പ്, സൊമാറ്റിക് ഹൈബ്രിഡിനൊരു എക്സാമ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ രണ്ട് ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. എന്തായാലും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാർട്ടാണ് ടിഷ്യൂ കൾച്ചറും സിംഗിൾ സെൽ പ്രോട്ടീനും. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ.